ഈശ്വംസിഹായിയെ സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 13-ാം അധ്യായം 46-ാം വാക്യം. അവൻ വിലയേറിയ ഒരു രത്നം കണ്ടെത്തുമ്പോൾ പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങുന്നു. ഓരോ വസ്തുവിൻ്റെയും വില തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. വില അറിയുമ്പോഴാണ് ത്യാഗം ഏറ്റെടുക്കാനായിട്ട് നമ്മൾ തയ്യാറാവുക, അല്ലെ? അത് വസ്തുക്കളുടെ മാത്രമല്ല, വ്യക്തികളുടെ ആയിക്കൊള്ളട്ടെ. അപ്പന്റെയും അമ്മയുടെയും വില തിരിച്ചറിഞ്ഞാല് അവർക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തില് ത്യാഗം ഏറ്റെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇന്നത്തെ ഈ വചനത്തില് ഈശോ ഈ നിധി എന്ന് പറയുന്നത് എന്താണ്? അതായത് സ്വർഗരാജ്യമാണ്. സ്വർഗരാജ്യത്തിന്റെ വില തിരിച്ചറിയാനായിട്ട് സാധിക്കുമ്പോഴാ നിന്റെ ജീവിതത്തില് ആ സ്വർഗരാജ്യത്തിനു വേണ്ടി ത്യാഗം ഏറ്റെടുക്കാനായിട്ട് തയ്യാറാവുക. നിനക്കുള്ളതെല്ലാം വിൽക്കാനായിട്ട്, ഉപേക്ഷിക്കാനായിട്ട് നിനക്ക് സാധിക്കുക. പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തില് ഇന്ന് ഇതിന്റെ വില അറിയുന്നില്ല. ദൈവത്തിന്റെ വില അറിഞ്ഞാൽ ആ ദൈവത്തിനു വേണ്ടി എന്തു വേണമെങ്കിലും ഉപേക്ഷിക്കാനായിട്ട് നമ്മൾ തയ്യാറാവും. ത്യാഗങ്ങൾ ഏറ്റെടുക്കും. നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കും. അങ്ങനെ ത്യാഗം ഏറ്റെടുത്ത് ഇഷ്ടങ്ങൾ മാറ്റിവെച്ച് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുക, സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് സാധിക്കുക. സ്നേഹമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തില് എത്രമാത്രം ഈ ഒരു വില തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? സ്വർഗത്തിന്റെ വില തിരിച്ചറിയാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടോ? ദൈവത്തെ സ്നേഹിക്കാനായിട്ട്, ദൈവത്തിന് വേണ്ടി ത്യാഗം ഏറ്റെടുക്കാനായിട്ട് നമ്മുടെ ജീവിതത്തില് ഇന്നോളം നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ ഒന്നോർക്കുക, ദൈവത്തിന്റെ വില തിരിച്ചറിയാനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ല. ദൈവത്തെക്കാൾ ഉപരി മറ്റു പലതിനും നമ്മുടെ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി അവ ഉപേക്ഷിക്കാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ വലിയൊരു പരാജയത. ദൈവത്തെക്കാൾ ഉപരി മറ്റു പലതും നമ്മുടെ ജീവിതത്തിലുണ്ട്. അതിനുവേണ്ടി ഒത്തിരിയേറെ ത്യാഗം ഏറ്റെടുക്കുന്നുണ്ട്. വേണമെങ്കിൽ അതിനുവേണ്ടി ദൈവത്തെ പോലും മാറ്റി നിർത്താനായിട്ട് നമ്മൾ തയ്യാറാവുന്നുണ്ട്. ദൈവത്തെക്കാൾ ഉപരി ഒന്നും നമ്മുടെ ജീവിതത്തിലില്ല. ദൈവത്തിന് ജീവിതത്തില് പ്രമുഖ സ്ഥാനം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. ആ ദൈവത്തിന് വേണ്ടി ത്യാഗം ഏറ്റെടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് സ്വർഗരാജ്യത്തിന്റെ വില മനസ്സിലാക്കുവാനായിട്ട്, ആ നിധി തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ജീവിതത്തില് എല്ലാം ഉപേക്ഷിച്ച്, എല്ലാം പരിത്യജിച്ച് ആ സ്വർഗം നേടിയെടുക്കാനായിട്ട്, ദൈവത്തിന്റെ സന്നിധിയില് സന്തോഷത്തോടുകൂടി എന്നും ജീവിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.